നമസ്കാരം. ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ തുടർച്ചയായി ഫ്ലോപ്പാകുന്ന ഋഷഭ് പന്തിനെ അവസാന ടെസ്റ്റിൽ ഇന്ത്യ ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനാകാതെ വലയുന്ന അദ്ദേഹത്തെ സിഡ്നി ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കി പകരം ഈ റോൾ ധ്രുവ് ജുറേലിന് നൽകാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. പക്ഷേ ഈ റോൾ യഥാർത്ഥത്തിൽ ഋഷഭ് അർഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നേരത്തെ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിൽ കളിച്ചപ്പോഴെല്ലാം തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള താരമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പരമ്പരയിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടായി ഋഷഭ് പന്ത് മാറുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഓസീസുമായുള്ള 4 ടെസ്റ്റുകൾ പൂർത്തിയായപ്പോൾ നനഞ്ഞ പടക്കമായി മാറിയിരിക്കുകയാണ് ഋഷഭ്. 4 ടെസ്റ്റുകൾ പൂർത്തിയായപ്പോൾ ഋഷഭ് പന്തിന് പ്രതീക്ഷിക്കുന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഇത് സുനിൽ ഗവാസ്കറിന്റെ അടക്കം കമന്ററിയിലൂടെ വ്യക്തമായതുമാണ്. താരം ഒട്ടും പക്വതയില്ലാതെ രക്ഷാപ്രവർത്തനം വേണമെന്നിരിക്കെ, പ്രതിരോധം വേണമെന്നിരിക്കെ താരം നിസാരമായി കളിച്ച്, ഒട്ടും പക്വതയില്ലാതെ കളിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിനെ ഇനിയും ചുമക്കണമോ എന്ന ചോദ്യം ടീമിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. 4 ഇന്നിങ്സുകളിലായി താരത്തിന് നേടാനായത് വെറും 154 റൺസ് മാത്രം. ഒരു 50 പോലും ഈ പര്യടനത്തിൽ ഋഷഭ് പന്ത് കുറിച്ചിട്ടില്ല. 37, 1, 21, 28, 9, 28, 30 എന്നിങ്ങനെയാണ് ഋഷഭിന്റെ സ്കോറുകൾ. പലപ്പോഴും നന്നായി തുടങ്ങിയതിന് ശേഷം അശ്രദ്ധമായ ഷോട്ടുകൾ കളിച്ചാണ് അദ്ദേഹം വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. ഋഷഭിന്റെ ഷോട്ട് സെലക്ഷനിൽ ടീം മാനേജ്മെന്റിന്റെ കടുത്ത അതൃപ്തിയുടെ ഡ്രസ്സിംഗ് റൂമിൽ അടക്കം ഇത് വലിയ ചർച്ചയായതായാണ് റിപ്പോർട്ടുകൾ. മത്സരത്തിലെ സാഹചര്യം പോലും നോക്കാതെ അദ്ദേഹം ഈ ഒരു തരത്തിൽ അനാവശ്യ റിസ്കുകൾ എടുത്ത് വിക്കറ്റ് വലിച്ചെറിയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണവർ. ഇതേ തുടർന്നാണ് സിഡ്നിയിലെ നിർണായകമായ അവസാന ടെസ്റ്റിൽ ഋഷഭിനെ പുറത്തിരുത്താൻ ആലോചിക്കുന്നത്. ഋഷഭ് പന്തിനെ പോലെ ഒരു അനുഭവ സമ്പത്തുള്ള താരത്തിന്റെ അഭാവം നികത്താൻ കരിയറിലെ ആദ്യ ഓസ്ട്രേലിയൻ പര്യടനം കളിക്കുന്ന ധ്രുവ് ജുറേലിന് സാധിക്കുമോ എന്നാണ് നിർണായക ചോദ്യം. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ട് പര്യടനത്തിലൂടെ അരങ്ങേറിയ താരമാണ് അദ്ദേഹം. ശ്രദ്ധേയമായ ചില പ്രകടനങ്ങൾ ജുറേൽ ഈ പരമ്പരയിൽ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി അദ്ദേഹം ഓസ്ട്രേലിയയിലുമുണ്ട്. നേരത്തെ ഇവിടെ ഓസ്ട്രേലിയ എ ടീമുമായി അനൌദ്യോഗിക ടെസ്റ്റ് പരമ്പര കളിച്ച ഇന്ത്യൻ എ ടീമിന്റെയും ഭാഗമായിരുന്നു താരം. 50+ സ്കോറുകൾ അടക്കം പരമ്പരയിൽ താരം നേടുകയും ചെയ്തിട്ടുണ്ട്. മെൽബണിൽ നടന്ന കളിയിൽ 80, 68 എന്നിങ്ങനെ സ്കോറുകളുമായാണ് താരം കസറിയത്. അതിനു മുൻപ് ഇറാനി ട്രോഫിയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യക്കായി 93 റൺസും ജുറേൽ നേടിയിരുന്നു. പേർത്തിൽ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ജുറേലിനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി പ്ലേയിങ് 11-ൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ബാറ്റിംഗിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. 11, 1 എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ. ഇതോടെ ശേഷിച്ച 3 ടെസ്റ്റുകളിലും ജുറേലിനെ ഇന്ത്യ ഒഴിവാക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഋഷഭ് പന്തിന്റെ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ ഇപ്പോൾ ജുറേലിനെ തിരികെ വിളിക്കാൻ ടീം മാനേജ്മെന്റിനെ നിർബന്ധിതരാക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ മധ്യനിരയ്ക്ക് കൂടുതൽ സ്ഥിരത നൽകാൻ സഹായിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത്. ബാറ്റിംഗിൽ ഋഷഭിനേക്കാൾ ജുറേലിനെ വിശ്വസിക്കുകയും ചെയ്യാനാകും. 4 ടെസ്റ്റുകളിലാണ് താരം ഇതിനോടകം കളിച്ചിട്ടുള്ളത്. ഇവയിൽ 40 ശരാശരിയിൽ 202 റൺസ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടുമായുള്ള കന്നി പരമ്പരയിൽ നേടിയ 90 റൺസാണ് ഏറ്റവും മികച്ച പ്രകടനമായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും ഋഷഭ് പന്തിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ചുരുക്കം.